ഭാവിയിൽ എങ്ങനെയായിരിക്കണം ഭാരതമെന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണഘടനയുടെ 4-ാം ഭാഗം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർക്കാരിനുള്ള നിർദ്ദേശ തത്വങ്ങളെന്ന് പറയും. സർക്കാരിന് അത് നടപ്പാക്കാൻ ബാധ്യതയൊന്നുമില്ല, പക്ഷേ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി അത് നടപ്പാക്കാം, ഒരു ഉപദേശം മാത്രം, അത് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ ആർക്കും കോടതിയിൽ പോയിട്ട് നേടിയെടുക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഭരണകൂടത്തിന് രാജ്യത്ത് നയിക്കാനുള്ള ഒരു ഉപദേശം മാത്രം. അത് ഒരു സൈദ്ധാന്തിക ബാധ്യതകൾ എന്ന് വേണം പറയാം. ഈ ഭാഗത്ത് കാണിച്ച ചിത്രം കൃഷ്ണനും അർജുനനും കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന ചിത്രമാണ്. കൃഷ്ണൻ ഒരിക്കൽ പോലും തൻ്റെ ഉപദേശം നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി അർജുനാണ് പറയുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം. അർജുൻ കാര്യങ്ങൾ പറയുന്നു, അത് അർജുനൻ ഭീഷണിപ്പെടുത്തുന്നില്ല, ചെയ്യണം നിർബന്ധിക്കുന്നില്ല, ഉപദേശിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഭാഗവും ഈ 4-ാം പാർട്ടിലെ ഭരണഘടന പറയുന്നത് വേണമെങ്കിൽ സർക്കാർ ചെയ്യാം, അത് ഉപദേശം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ വരാൻ കാരണം. കൃഷ്ണൻ്റെ ഉപദേശം കൊണ്ട് അർജുനോട് നിർബന്ധിക്കുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് കൃഷ്ണന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭാഗം ഭരണഘടനയിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, പക്ഷെ നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രം, ഒരു ഉപദേശം മാത്രം. ഈ ഭാഗം സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്. കൃഷ്ണൻ അർജുനോട് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, പക്ഷെ നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് നിൻ്റെ കടമയും കൂടിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണൻ യുദ്ധത്തെ ന്യായീകരിക്കുന്നില്ല ഒരിക്കൽ പോലും, പക്ഷേ അതിൻ്റെ ദിശാബോധം കാണിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഉപദേശം മാത്രമാണ്. ഭരണകൂടത്തിനുള്ള ഒരു ദിശാബോധം, ക്ഷേമരാഷ്ട്രമാകാൻ വേണ്ടിയുള്ള ദിശാബോധം കാണിച്ചു കൊടുക്കുക മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി. അതുപോലെ തന്നെയാണ് ഇവിടെ ചിത്രം വരച്ചതും കൃഷ്ണനും അർജുനനോട് പറയുന്ന ഉപദേശിക്കുന്ന ഭാഗം ചിത്രീകരിച്ചത് അതിൻ്റെ അർത്ഥം തന്നെയാണ്, വേറൊന്നുമല്ല.